ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇന്ന് ഞാൻ റെസിപ്പീസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അത് ഹാപ്പിനെസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ആ, പോയ ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയ ഒരു യാത്രയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് വളരെ പ്ലീസിങ് ആൻഡ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഹാപ്പിനെസ് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. മരുഭൂമിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു അണക്കെട്ടിലേക്കാണ് ഞാൻ പോയത്. ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേയില്ല. വളരെ ഹാപ്പിനെസ് കിട്ടിയൊരു യാത്രയായിരുന്നു അത്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരുഭൂമിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഡാമിലേക്കാണ് ഞാൻ പോയത്. ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ എടുത്ത് കാണും അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഒരു ലോങ് ഡ്രൈവ് ആയിരുന്നു. എന്നിരുന്നാലും നല്ല പെർഫെക്റ്റ് വെതർ ആയിരുന്നു. വിൻ്റർ ആയതുകൊണ്ട് വെതർ വളരെ നല്ലതായിരുന്നു. അതുകൂടാതെ റോഡും സ്മൂത്ത് ആയിരുന്നു. പിന്നെ ട്രാഫിക്കും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദൂരം അറിഞ്ഞതേയില്ല. ഇതിനെല്ലാത്തിനും ഉപരി പകുതി ദൂരം എത്തിയപ്പോൾ തന്നെ രണ്ട് സൈഡിലും മലകൾ കണ്ടു തുടങ്ങി. രണ്ട് സൈഡിലും മനോഹരമായ മലകൾ കണ്ടു. അപ്പോൾ ബാക്കിയുള്ള പകുതി ദൂരം കഴിഞ്ഞ് ബാക്കിയുള്ള യാത്ര ഈ മലകൾക്കിടയിൽ കൂടെയായിരുന്നു. അത് വളരെ രസകരമായിരുന്നു. ഈ പാറമലകളുടെ അടിയിൽ മലകൾ തുരന്ന് അതിലൂടെ ഒരു ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 2-3 ടണലുകൾ കൂടി നമ്മൾ ആക്ച്വലി പാസ് ചെയ്തു. എത്ര മനോഹരമായിട്ടാണ് ഈ ടണലുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലെ ഒരു ടണലിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഈ ടണലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട വ്യൂ അതിലും അതിമനോഹരമായിരുന്നു. ആകെ കൂടി ഈ റോഡ് ട്രിപ്പ് തന്നെ സന്തോഷമുണ്ടാക്കുന്ന ഒന്നായിരുന്നു. ആഹാരം കഴിക്കാൻ വേണ്ടി പോയ മൗണ്ടൻ്റെ മുകളിലുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ വളരെ മനോഹരമായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ 300 വർഷം പഴക്കമുള്ള ഒരു പാലസും കണ്ടു. അതിൻ്റെ മുകളിൽ ആരെയും കയറ്റി വിടുന്നില്ല. ഞങ്ങൾ താഴെ നിന്നും ഫോട്ടോസൊക്കെ എടുത്തു. അണക്കെട്ടിലേക്ക് എത്താറായപ്പോൾ കണ്ട ഒരു മനോഹരമായ വാട്ടർഫോൾ ആണിത്. ഹോളിഡേ ടൈം ആയതിനാൽ ഡാമിനടുത്ത് നല്ല തിരക്കായിരുന്നു. ആ ഏരിയ മുഴുവൻ വളരെ ബ്യൂട്ടിഫുള്ളി ചെയ്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് വാസ് ടു ഗുഡ്. ഫുൾ ഓഫ് മരങ്ങളും ചെടികളും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടുള്ളൊരു സീൻ. ഇറ്റ് വാസ് ടു ഗുഡ്. ഈ ബോട്ടുകൾ പല കളറിലുള്ള ബോട്ടുകൾ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മലകളും കൂടെ ആയപ്പോൾ ആ ഒരു വ്യൂ പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. അത്രയും മനോഹരമായിരുന്നു. പിന്നെ മറ്റേ സൈഡിൽ പോയപ്പോൾ കണ്ടത് വേറെ മനോഹരമായ കാഴ്ചയായിരുന്നു. അവിടെ സോ മെനി ഡക്സിനെ കണ്ടു. ഡക്സിനെ നമുക്ക് വേണമെങ്കിൽ ഫീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡക്സിന് ഫുഡ് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡക്സിന് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ വെള്ളത്തിനടിയിൽ നിന്നും കുറേ ഫിഷസ് വന്നു. അപ്പോൾ പിന്നെ ഫിഷസിനും ഫുഡ് കൊടുത്തു. അവസാനം ഇവർ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാനുള്ള മത്സരമായിരുന്നു. ദിസ് സീൻ വാസ് എ റിയൽ ബ്ലിസ്. എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ വിസിറ്റ്. എൻ്റെ മകൻ ഫ്രണ്ട്സുമായിട്ട് ബൈക്ക് യാത്ര നടത്തിയപ്പോൾ പോയി കണ്ടുപിടിച്ച ഒരു ലൊക്കേഷനായിരുന്നു ഇത്. ഇവിടെ വന്ന് എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാണണമെന്ന് വളരെ ആഗ്രഹം തോന്നി. എന്നാൽ ഇപ്പോഴാണ് അത് സാധിച്ചത്. എനിവേ ഇറ്റ് വാസ് വർത്ത് ദ വെയിറ്റ്. ഈ ഒരു ട്രിപ്പിൽ പോയപ്പോൾ കിട്ടിയ ഹാപ്പിനെസ് ആൻഡ് പീസ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയും പീസ്ഫുൾ ട്രിപ്പായിരുന്നു അത്. വളരെ സമാധാനം കിട്ടി. ഐ ഹോപ്പ് നിങ്ങൾക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന്. That's all for now. We'll be back with another video soon. See you later. Bye bye.